എന്തുവാ അതെന്തു സാധനം? ഡ്രാഗൺ ഫ്രൂട്ട്. വിളഞ്ഞതാണോ? പഴുത്ത്. നമുക്ക് ഈ കവർ മാറ്റി നോക്കാം. സെറ്റ്. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മുടെ മലേഷ്യൻ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു, ഇടയ്ക്ക് വന്നപ്പോൾ കവറൊക്കെ ഇട്ട് വെച്ച് ഇപ്പോൾ അതേ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഴുത്തിപ്പോണ്ടേ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തായിട്ട് നമ്മുടെ KG പേര, കിലോ പേരയാണ് നിൽക്കുന്നത്. എയർ ലെയറൊക്കെ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. വേരൊക്കെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും. അതേപോലെ തന്നെ നമുക്ക് പേരയ്ക്ക് കവറിടാൻ പറ്റാൻ ഈ സെയിം പേര തന്നെ നമ്മൾ എയർ ലെയർ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണേ. അപ്പം നമ്മുടെ വിളവെടുപ്പുകാരി പ്രിങ്കൂസാണ്. അപ്പോൾ പ്രിങ്കൂസ് വിളവെടുത്താലോ? ഓക്കെ. ഇതെന്തോ പ്രിങ്കു? ഡ്രാഗൺ ഫ്രൂട്ടോ? കറക്കി എടുക്കിനി. നമ്മൾ കവറിട്ട് നിർത്തിയിരുന്നു. ഇത് അകത്ത് നല്ല റെഡാ, അതാണ് മലേഷ്യൻ റെഡ്. റിച്ചൂട്ടാ, നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ? വെയിലുണ്ടോ? ഭയങ്കര വെയിലില്ലയോ? നമുക്കിത് കട്ട് ചെയ്യാമേ. അടിപൊളിയായിട്ട് പഴുത്തതാണ്. പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നെങ്കിൽ നല്ല വലുപ്പത്തിൽ കിട്ടിയാണ് കേട്ടോ. അടിപൊളി. ഇല്ലുവനെ ഇത് റിച്ച് മോനെ തന്നെ ആദ്യം കൊടുത്തേക്കാം. റിച്ചൂസേ, അപ്പോൾ എങ്ങനെ നോക്കിയാലോ? അടിപൊളിയായിട്ട് പഠിച്ചു കേട്ടോ. തറയിടല്ലേ? സൂപ്പറാണോ? അടുത്തത് പ്രിങ്കൂസിനാണേ. എന്നാ പ്രിങ്കൂസേ, കൊള്ളാമോ? മധുരം ഉണ്ടോ? മധുരമൊക്കെ ഒന്ന് നോക്കാം. അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മധുരവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ഇതേപോലെ മധുരമില്ല. കാരണം അത് വിളയുന്നതിന് മുന്നേ തന്നെ പറിച്ച് സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.